എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഒരു നിർണായക മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം. രാജ്യത്ത് നിയമനിർമ്മാണ സഭയിൽ 33% സംവരണം വനിതകൾക്ക് ഉണ്ടാകുമോ എന്നതിന്റെ കാത്തിരിപ്പാണ്. ഇന്ന് പ്രതിപക്ഷം ശക്തമായ നിലപാടിൽ തുടരുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. നിലവിലുള്ള ലോക്സഭാ സീറ്റുകളിൽ, അതായത് 543 സീറ്റുകളിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കത്തിനെയാണെങ്കിൽ പിന്തുണയ്ക്കും. മണ്ഡല പുനർനിർണയം അതിന്റെ മറവിലൂടെ നടപ്പാക്കുന്നതിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും വോട്ടെടുപ്പ് 4 മണിക്ക് നടക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അത് 6 മണിയിലേക്ക് മാറ്റുകയാണ്. നിർണായക കൂടിക്കാഴ്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ വിശദമായി ആ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വനിതാ സംവരണം ലക്ഷ്യമിട്ടുള്ള മണ്ഡല പുനർനിർണയ ബില്ലിൽ പാർലമെന്റിൽ നിർണായക വോട്ടെടുപ്പ് 6 മണിക്ക് നടക്കും. 18 മണിക്കൂർ നീണ്ട ചർച്ചയാണ് വിഷയത്തിൽ സഭയിൽ തീരുമാനിച്ചിരുന്നത്. അത് നീണ്ടുപോവുകയാണ്. 6 മണിക്കായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും 33% സംവരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച തന്നെ സഭയ്ക്കുള്ളിൽ നടന്നു. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായിരുന്നു. DMK അംഗങ്ങളൊക്കെ കറുപ്പണിഞ്ഞുകൊണ്ടാണ് ഇന്നും സഭയിലെത്തിയത്. ഇന്ന് രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ ബില്ല് വനിതാ സംവരണ ബിൽ അല്ല, സത്യത്തിനായി പൊരുതാൻ തനിക്കൊരു മടിയുമില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് വനിതാ ബില്ലല്ല, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗം മാറ്റിമറിക്കാനുള്ള ബില്ലാണ് ഇത്. രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സർക്കാർ സ്ത്രീകളെ മറയാക്കുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. OBC വിഭാഗത്തിന് അവകാശം നിഷേധിക്കുന്നത് സർക്കാരിന്റെ അജണ്ടയാണ് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഭരണഘടനയ്ക്ക് മേൽ മനുവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന കുറ്റപ്പെടുത്തലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായി. അദ്ദേഹം കുറേയധികം അനുഭവങ്ങൾ മറ്റും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്ന് സഭയിൽ സംസാരിച്ചത്. ജാതി സെൻസസ് കണക്കുകൾ ലോക്സഭയിലും രാജ്യസഭയിലെയും പ്രാതിനിധ്യം തീരുമാനിക്കാൻ ഉപയോഗിക്കുമോ എന്നതാണ് ചോദ്യം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അസമിലും ജമ്മു കാശ്മീരിലും ഇതിനാണ് ശ്രമം നടന്നത്. ഇത് രാജ്യവിരുദ്ധ നീക്കമാണ് എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ അവകാശം കവരുന്നതിനെ തടയുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജുഡീഷ്യറിയിലും സ്വകാര്യ മേഖലയിലും OBC വിഭാഗം എവിടെയാണുള്ളത് എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. OBC ദളിത് വിഭാഗക്കാർക്ക് രാഷ്ട്രീയ അധികാരമില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി ഈ പ്രസംഗം നടത്തുന്നതിനിടെ വലിയ വിമർശനം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ രംഗത്തെത്തുന്നത് കണ്ടു. OBC വിഭാഗക്കാരനാണ് പ്രധാനമന്ത്രി എന്ന കാര്യങ്ങൾ ഭരണപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ട് കോൺഗ്രസ് 60 കൊല്ലം ഭരിച്ചിട്ടും OBCകൾക്ക് സംവരണം നൽകിയില്ല എന്നൊരു ചോദ്യം കിരൺ റിജിജു ചോദിച്ചു. മാത്രവുമല്ല, രാജീവ് ഗാന്ധി OBC സംവരണത്തെ എതിർത്തു എന്ന കാര്യവും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. അങ്ങനെ സഭ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കുന്നത് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടു. മാജിക്കുകാരനും ബിസിനസ്സുകാരനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്ന് രാഹുൽ പറഞ്ഞത് സഭയിൽ വലിയ ബഹളത്തിനിടയാക്കി. മാജിക്കുകാരനെന്ന് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചതാണ് വലിയ ബഹളങ്ങൾക്ക് കാരണമാക്കിയത്. മാജിക്കും ഭൂതവും ഒക്കെ പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ സ്പീക്കർ ഉപദേശിച്ചു. തെരുവിൽ നിന്ന് സംസാരിക്കുന്ന ഭാഷയിൽ സഭയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊരു നിർദ്ദേശം സ്പീക്കർ നൽകി. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ശക്തിക്ക് പ്രധാനമന്ത്രിയുടെ എല്ലാ രഹസ്യവും അറിയാം, ഈ രഹസ്യം ഈ ശക്തി ഉപയോഗിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ പറഞ്ഞത്. എന്തായാലും പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിച്ചിരിക്കുന്നത്. മനുവാദം നടത്താനുള്ള ശ്രമം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗം മാറ്റിമറിക്കാനാണ് വനിതാ ബില്ലിന്റെ പിന്നിൽ നടക്കുന്ന നീക്കങ്ങളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. This is an attempt to change the electoral map of India. Using and hiding behind India's women. And actually it is a shameful act. Because instead of giving them women's reservation, which is very easy to do, and every single opposition person will support it right now, bring that old bill back right now, and we will help you pass it for implementation from this second. Now, that is the women's bill. This is something else. I have become more and more aware of this truth. And that is
the brutal, cruel, unforgiving treatment of the OBC community, of the Dalit community, and other communities. രാഹുൽ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു എന്നാരോപിച്ചാണ് BJP ഈ രാഹുൽ ഗാന്ധിക്കെതിരെ സഭയ്ക്കുള്ളിൽ നീക്കം ആരംഭിച്ചത്. പ്രധാനമന്ത്രിയെ അപമാനിക്കാനുള്ള നീക്കത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും രാഹുൽ ക്ഷമ ചോദിക്കണമെന്നുമാണ് രാജ്നാഥ് സിംഗ് ഇതിനോട് പ്രതികരിച്ചത്. നരേന്ദ്രമോദി അപമാനിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഈ ബിൽ പരാജയപ്പെടാൻ പോവുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത്. അടുത്ത മണിക്കൂറുകളിൽ ഈ ബിൽ പരാജയപ്പെടാൻ പോകുന്നു, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും എന്നത് ആവർത്തിച്ച് സഭയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്താണ് ഈ ബില്ലിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നത് നമുക്കറിയാം. സംവരണ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവർക്ക് രാജ്യത്തെ സ്ത്രീകൾ മാപ്പ് നൽകില്ല എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. വനിതാ സംവരണത്തിന് രാഷ്ട്രീയ നിറം നൽകരുത് എന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന നിമിഷമാണ് ഇത് എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ സ്ത്രീകളെ പങ്കാളിയാക്കാനുള്ള ചരിത്രപരമായ അവസരമാണ് ഇത് എന്നതും കഴിഞ്ഞ ദിവസം സഭയിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളിൽ ഈ ബില്ലിനെ എതിർത്തവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2029 ഇത് നടപ്പാക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു, ഇത് നടപ്പിലാക്കുന്നതിനുള്ള ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ എന്നതാണ് പറഞ്ഞത്. പക്ഷേ സംവരണം നടപ്പിലാക്കാൻ സഹകരിക്കൂ എന്നതും പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. ക്രെഡിറ്റ് നിങ്ങൾ എടുത്തിട്ട് സഹകരിക്കൂ എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ സഭയിൽ നിലനിൽക്കുന്നില്ല. കാരണം ഇതിന് പിന്നിൽ ഒരുപാട് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്നത് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ രംഗത്ത് വരും. ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിലവിലെ സീറ്റുകളിൽ തന്നെ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തൂ എന്നതാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ സർക്കാരിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും സഭയിൽ കണ്ടു. DMK MPമാർ ഇന്ന് കറുപ്പണിഞ്ഞുകൊണ്ടാണ് സഭയിൽ എത്തിയത്. തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണ്. DMK അണികളും ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ളവരും മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ പ്രവർത്തകർ ബില്ലിന്റെ കരട് കത്തിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. സമാനമായ നിലയിൽ ഇന്ന് കറുപ്പ് ധരിച്ചുകൊണ്ടാണ് DMK അംഗങ്ങൾ പാർലമെന്റിൽ എത്തിയത്. പാർലമെന്റിനോടുള്ള അവഹേളനമാണ് ബില്ലെന്ന് DMK MP കനിമൊഴി പറഞ്ഞു. സീറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ ദക്ഷിണേന്ത്യ അവഗണിക്കപ്പെടുമെന്ന സാഹചര്യം കനിമൊഴി അവരുടെ വാക്കുകളിൽ എടുത്തു പറഞ്ഞു. ഉത്തരേന്ത്യയ്ക്ക് ഗുണം ലഭിക്കുന്ന സാഹചര്യമാണ്. രാഷ്ട്രീയ നേട്ടത്തിന് വനിതകളെ കേന്ദ്ര സർക്കാർ ആയുധമാക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കനിമൊഴിയും ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ വലിയ പ്രതിഷേധം. 6 മണിക്ക് വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ വിഷയത്തിൽ R കിരൺ ബാബു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് സഭയിൽ നടന്നത്. ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അമിത്ഷാ ലോക്സഭാ സ്പീക്കറെ നേരിൽ കണ്ട് സംസാരിക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ വരുന്നു. ഈ ബില്ല് എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള അഭ്യർത്ഥന പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഈ ബിൽ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന ആശങ്ക പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചുണ്ട്. മാത്രവുമല്ല BJP ഈ സമയം ഇതിന് തെരഞ്ഞെടുത്തതിൽ, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഈ സമയം ഈ ബില്ല് പാസ്സാക്കുന്നതിൽ എടുക്കുന്നതിൽ, ഒപ്പം തന്നെ മണ്ഡല പുനർനിർണയം എന്ന ഒരു ഉപാധി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതിലൊക്കെ വലിയ ആശങ്കകളാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒറ്റക്കെട്ടായി ഇതിനെതിരെ രംഗത്ത് വരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നു വനിതാ സംവരണത്തിന് തങ്ങൾ എതിരല്ല എന്ന കാര്യം. R കിരൺ ബാബു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ഇനിയുള്ള മണിക്കൂർ നോക്കൂ, ഈ ബില്ല് പരാജയപ്പെടാൻ പോവുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വോട്ടെടുപ്പ് 6 മണിക്ക് നടക്കും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നിർണായകമായ ചില
കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതും അറിയാൻ കഴിയുന്നു. എന്താണ് സാഹചര്യം? എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? രേണുക, നിലവിലെ കണക്ക് പ്രകാരം ഏതെങ്കിലും തരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഈ സർക്കാർ പലപ്പോഴും ഭൂരിപക്ഷമില്ലാതെ പല ബില്ലുകളും കൊണ്ടുവരികയും അതൊക്കെ അതിസമർത്ഥമായി തന്നെ ആളുകളെ അവിടെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിച്ചും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിർത്തിയും ഒക്കെ അത് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ കുറി ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, പ്രതിപക്ഷത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ്. ആരെങ്കിലും അക്കാര്യത്തിൽ ഒരു മയപ്പെടുത്തൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് ഐക്യത്തോടു കൂടി ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം ഇത് സ്ത്രീ സംവരണം നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ബില്ല് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ സംവരണവുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. ഇത് മണ്ഡല പുനർനിർണയം എന്ന ലക്ഷ്യത്തിലാണ്. മണ്ഡല പുനർനിർണയം എന്നത് BJPക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2029 അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നീക്കം മാത്രമാണ്. എന്തിനാണ് അങ്ങനെ ഒരു സ്ത്രീ സംവരണ ബില്ല് പാർലമെന്റ് ഐകകണ്ഠ്യേന പാസ്സാക്കിയതാണ്. അക്കാര്യത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടി ിരുന്നല്ല ഒരുമിച്ച് പാസ്സാക്കിയ ഒരു ബില്ല്. ഇപ്പോൾ ആ ബില്ല് നടപ്പാക്കാൻ വേണ്ടി എന്തിനാണ് മണ്ഡല പുനർനിർണയം നടത്തുന്നത്? രാജ്യത്തെ നിലവിലുള്ള മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ 1/3 സംവരണം സ്ത്രീകൾക്ക് സംവരണം ചെയ്യാൻ എല്ലാവരും സമ്മതമാണ്. എന്തിനാണ് എതിർപ്പ് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. എന്നാൽ BJP ഉയർത്തുന്നത് പ്രധാനമായും അങ്ങനെയല്ല. നിലവിലുള്ള MP-മാരുടെ ഒന്നും അവസരം നഷ്ടപ്പെടരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ MP-മാരുടെ ഉണ്ടാകുക. അത് 540 നിന്ന് അത് 850 വർദ്ധിപ്പിക്കുക. 850 വർദ്ധിപ്പിക്കുമ്പോൾ നിലവിലുള്ള MP-മാർക്കൊന്നും അവസരം നഷ്ടപ്പെടാതെ അധികമായി വരുന്ന സീറ്റുകൾ അത് സ്ത്രീ സംവരണത്തിലൂടെ കൊണ്ടുവരാൻ കഴിയും. അത് ഈ സ്ത്രീ സംവരണത്തെ തന്നെ അട്ടിമറിക്കാനാണെന്നും അതോടൊപ്പം തന്നെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എന്നും പറയുന്നു. ഈ ബില്ലിൽ എവിടെയും എങ്ങനെയാണ് ഈ എണ്ണം വർദ്ധിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നില്ല. എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഈ എണ്ണം വർദ്ധിപ്പിക്കുന്നത് നിലവിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര ലോക്സഭാ സീറ്റുകളാണോ നിലവിലുള്ളത് അതിൻ്റെ 50% വീതം വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 20-30 ആവും, തമിഴ്നാട്ടിലെ 39 എന്ന് പറയുന്നത് 59 ആവും. അങ്ങനെ ആ തരത്തിലായിരിക്കും വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ കുറവ് വരുന്നില്ല, ശതമാനത്തിൽ കുറവ് വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ബില്ലിൽ എവിടെയും അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. 850 കൂടാത്ത നമ്പർ വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, ഇതൊക്കെ തയ്യാറാക്കിയ ആഭ്യന്തരമന്ത്രി തന്നെയല്ലേ ഇത് പറയുന്നത്, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇതിൽ പ്രതിപക്ഷം കാണുന്ന പ്രധാന ഭൂരിപക്ഷം മാത്രം. അതുകൊണ്ട് ഇപ്പോൾ ഇത് പ്രതിപക്ഷം വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിന്റെ ഇഷ്ടപ്രകാരം ഏത് തരത്തിൽ വേണമെങ്കിലും മാറ്റം വരുത്താം. അതിന് യാതൊരുവിധ നിയമ തടസ്സവുമില്ല. ഇതാണ് പ്രതിപക്ഷ പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർ കാണുന്ന പ്രധാനപ്പെട്ട അപകടം. ഇതാണ്. അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ബില്ലിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകൾ വെച്ചില്ലെങ്കിൽ ആ തരത്തിലുള്ള വ്യവസ്ഥകൾ വെച്ച് ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എതിർക്കുന്നത്. ഈ ബില്ല് പാസ്സാവും എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി സഭയിൽ പറയുമ്പോൾ പ്രധാനമായും പറഞ്ഞത് രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ കാര്യമെങ്കിലും ഓർക്കൂ. നിങ്ങൾ ഈ രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ മറ്റെല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു സ്വരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമായും പറഞ്ഞത് ഇത് സ്ത്രീ സംവരണവുമായി ഈ ബില്ലിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല. ഇത് കുറുക്കു വഴിയിലൂടെ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള BJPയുടെ ശ്രമത്തിന്റെ, കേന്ദ്ര സർക്കാർ ശ്രമത്തിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേൽ മനുവാദം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജാതി സെൻസസ് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ആഴ്ച, ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ള. തമിഴ്നാട്ടിൽ 23-ാം തീയതി ഒരു ഘട്ടമായി നടക്കുന്നു. ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പും ഈ 23-നാണ്, അടുത്ത വ്യാഴാഴ്ചയാണ് നടക്കേണ്ടത്. അതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം ഒരു ചർച്ച കൊണ്ടുവന്ന് ആ ചർച്ചയിലൂടെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് അല്ലെങ്കിൽ അവഗണിക്കുന്നതാണ് ഈ ബില്ല് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മണ്ഡലങ്ങളുടെ എണ്ണം പുനർനിശ്ചയിക്കുമ്പോൾ, എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അത് ദക്ഷിണേന്ത്യയെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയാണ്, വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയാണ്, ചെറിയ സംസ്ഥാനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം സംസ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് BJPക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളെ മാത്രം നിർത്തിക്കൊണ്ടുള്ള അവിടെ മാത്രം എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്താൻ പോകുന്നതെന്നും ഇത് ദേശവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും പറയുന്നു. പ്രതിപക്ഷം ആകെ ഉയർത്തുന്ന ആശങ്കകളൊക്കെ നിറഞ്ഞതായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. കിരൺ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇനിയുള്ള സാധ്യതകൾ എന്താണ്? 6 മണിക്ക് അമിത്ഷാ സഭയെ അഡ്രസ് ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ ഉറപ്പുകൾ പ്രതിപക്ഷത്തിന്റെ ഈ ആശങ്കകളുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ നൽകി പ്രതിപക്ഷത്തെ അനുനയിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണ കൂടി വാങ്ങാനുള്ള സാധ്യത എന്താണ്? ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്ത വരുന്നു. ഓം ബിർളയുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല
ഈ ബില്ല് JPCക്ക് വിടാനുള്ള സാധ്യതകൾ കൂടി ആരായുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ പ്രതിപക്ഷം ഉറച്ചു തന്നെ എന്ന് കാണുന്ന ഘട്ടത്തിൽ എന്താണ് സർക്കാരിന്റെ അടുത്ത നീക്കങ്ങൾ? രേണുക, പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ അനുനയ നീക്കത്തിൽ വഴങ്ങാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ ഈ പ്രതിപക്ഷ നേതാക്കളെല്ലാവരും പാർലമെന്റിൽ സംസാരിച്ചതെന്ന് നമുക്ക് ബോധ്യമാകുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ ഇത് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെങ്കിൽ എത്രയാണോ ലോക്സഭയിൽ അംഗങ്ങളുള്ളത് ആ അംഗങ്ങളുടെ 2/3 പേരുടെ ഭൂരിപക്ഷം വേണം. നിലവിൽ അങ്ങനെ ഒരു 2/3 പേരുടെ ഭൂരിപക്ഷം ഉണ്ടാവണമെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ, ഒരു 10-40 MPമാരെങ്കിലും വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അല്ലെങ്കിൽ കുറേ ആളുകൾ അവരെ അനുകൂലിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന അവസ്ഥ. ഭരണഘടന അനുകൂലിച്ച് അങ്ങനെ വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇത്രയേറെ MPമാർ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടികൾ വിട്ടു നിൽക്കുന്ന അവസ്ഥ വരണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അത് ആ പാർട്ടിക്ക് വലിയ നാണക്കേടും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഇത് പാസ്സായെന്ന് കരുതുക, ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം അതിനൊരു അനുനയത്തിന് തയ്യാറാവുന്നു. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഇത് എങ്ങനെയാണ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതെന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല. അത് സാധാരണ ഒരു തീരുമാനമായി കൊണ്ടുവന്ന് അവിടെ കേവല ഭൂരിപക്ഷം, ഒരാളുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കാം. അത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. അതുകൊണ്ട് പാർലമെന്റ് തന്നെയാണ് വീണ്ടും പാസ്സാക്കിയതെന്ന് പറയാൻ BJPക്ക് യാതൊരു മടിയുമില്ല. BJP അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഒളിച്ചു കടത്തലുകൾ നടത്തുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആകെയുള്ള ബലം എന്ന് പറയുന്നത് 2/3 പേരുടെ ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് ഇല്ല. അവിടെ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇവിടെ ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഈ ഡീലിമിറ്റേഷനുമായി പ്രതിപക്ഷം ഭയക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ എണ്ണം വർദ്ധിപ്പിക്കൽ. എങ്ങനെയാണ് എണ്ണം വർദ്ധിപ്പിക്കുന്നത്? അത് ജനസംഖ്യാനുപാതികമായിട്ടാണോ എണ്ണം വർദ്ധിപ്പിക്കുന്നത്? ജനസംഖ്യാനുപാതികമായിട്ടാണ് എണ്ണം വർദ്ധിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ജനസംഖ്യാ നിയന്ത്രണം എന്ന കേന്ദ്ര സർക്കാർ നയം കൃത്യമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഒറീസ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അങ്ങനെ ആ നയം നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ MPമാരുടെ പ്രാതിനിധ്യം കുറയും. അതോടൊപ്പം തന്നെ ഈ നയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ, കേന്ദ്ര സർക്കാരിൻ്റെ നയം തള്ളിക്കളഞ്ഞുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാതിരുന്ന ഉത്തർപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന പ്രാധാന്യം, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത കേരളമായിക്കോട്ടെ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ BJP ആധിപത്യ സംസ്ഥാനങ്ങളല്ല എന്ന് മാത്രമല്ല BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളൊക്കെ എണ്ണം കുറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം അത് പ്രതിപക്ഷത്തെ ആകും എല്ലാ കാര്യത്തിലും ദുർബലപ്പെടുത്തുക. രണ്ടാമത്തെ വിഷയം ഡീലിമിറ്റേഷൻ എന്നുള്ളതാണ്. ഏത് ഭരണകൂടമാണോ ഏത് കാലത്തും ഒരു മണ്ഡല പുനർനിർണയം നടത്തുന്നത്, ആ മണ്ഡല പുനർനിർണയം നടത്തുന്ന സർക്കാരിന് ആ കാര്യത്തിൽ ഒരു വ്യക്തമായ ആധിപത്യവും അവരുടെ നിയന്ത്രണവും തീരുമാനവും ഒക്കെ നടപ്പാകും. അത് എപ്പോഴും അവർക്ക് ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിലവിലെ മണ്ഡലങ്ങൾ, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 മണ്ഡലങ്ങൾ, ഒരു മണ്ഡലത്തിൽ രണ്ടാമത് നിൽക്കുന്ന കക്ഷി അവർ 25,000 50,000 വോട്ടിന് പരാജയപ്പെടുന്നു. തൊട്ടടുത്ത മണ്ഡലത്തിൽ 1 ലക്ഷമോ 1.5 ലക്ഷം വോട്ടിന് വിജയിക്കുന്നു എന്ന് കരുതുക. ആ വിജയിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഒരു 50,000 വോട്ട് കൂടി ഇപ്പുറത്ത് വരാൻ കഴിയുന്ന തരത്തിലേക്ക് ആ മണ്ഡലത്തെ ഒന്ന് പുനർനിശ്ചയിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും 2 മണ്ഡലങ്ങളിലെ വിജയം ഉറപ്പാക്കാൻ കഴിയും. അങ്ങനെയൊക്കെ പലതരത്തിൽ ഈ മണ്ഡലങ്ങളെ ആ അതിർത്തികൾ പുനർനിശ്ചയിച്ചുകൊണ്ട് ചില പ്രത്യേക പാർട്ടികൾക്ക് ജയിക്കാനും കുറച്ചു കാലത്തേക്കെങ്കിലും ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പോ 2 തെരഞ്ഞെടുപ്പിലൊക്കെ സ്വാഭാവികമായും അതിൻ്റെ എഫക്റ്റ് ആ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാവും. അത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭയക്കുന്ന 2 ഘടകം. ഈ 2 ഘടകങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സായാൽ പിന്നീട് സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരം വർധനവ്, പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് വരുത്താം, സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരം ഡീലിമിറ്റേഷൻ നടത്താം. ഇത് രണ്ടും നടന്നാലും സ്വാഭാവികമായും പ്രായോഗികമായി അതിൻ്റെ കനത്ത തിരിച്ചടി നേരിടാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കാകും. അത് കോൺഗ്രസിനായാലും DMKയ്ക്കായാലും TMCക്കായാലും CPMനായാലും ഇത്തരം പാർട്ടികൾക്കെല്ലാം തന്നെ, പ്രാദേശിക പാർട്ടികൾക്കെല്ലാം തന്നെ ആ തരത്തിലേക്കുള്ള തിരിച്ചടി ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടം 90% നേട്ടവും ഉണ്ടാകുന്നത് നിലവിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളായിരിക്കും. UP പോലെ, രാജസ്ഥാൻ പോലെയുള്ള, മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും. ആ നേട്ടം കൊണ്ട് തന്നെ BJPക്ക് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആകെ തിരിഞ്ഞു നിന്നാലും അവിടെ, അല്ലെങ്കിൽ ബംഗാളിൽ കൂടി അതിനൊപ്പം നിന്നാലും, മറ്റേ 1-2 സംസ്ഥാനങ്ങൾ നിന്നാലും അതിനെ മറികടന്നുകൊണ്ട് 2029 കഴിഞ്ഞ തവണ BJP ചെറിയ ഭൂരിപക്ഷത്തിലാണ്, 10-25 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അടുത്ത തവണ അതിന് അപകടമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയും. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷ പാർട്ടികൾക്ക് BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകേണ്ടി വരും. അതാണ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയത്തിൽ, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് മറ്റ് പല വിഷയങ്ങളും വരുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഭരിക്കുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചോ, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടി നേതാക്കളുടെ എല്ലാം എതിരെ നിരവധി കേസുകളൊക്കെ ഉണ്ട്. ED കേസ് മുതൽ നിരവധി കേസുകൾ, CBI കേസുകൾ, നിരവധി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും കേസുകളും ഒക്കെ ഉണ്ട്.
ആ കേസുകൾ കാട്ടിയോ, അങ്ങനെ പലതരത്തിലുള്ള ബാക്ക് ഡോർ വഴിയോ ഫ്രണ്ട് ഡോർ വഴിയോ ഒക്കെ നടത്താവുന്ന ഓപ്പറേഷനുകൾ വഴി ഇവരെയൊക്കെ മയപ്പെടുത്താനും മെരുക്കാനും ഒക്കെ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ഈ പാർട്ടികളിലെല്ലാം ആത്യന്തികമായ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായതുകൊണ്ട് ഈ പാർട്ടികൾ ഈ കുറി അങ്ങനെയുള്ള വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ആ മറുഭാഗത്ത് നിൽക്കുന്നത് ഇതൊക്കെ സാധ്യമാക്കിയ BJP ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ അവസാന നിമിഷം വരെ വോട്ടെടുപ്പ് കഴിയും വരെ നമുക്ക് പൂർണ്ണമായും അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ നിലവിൽ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യോജിച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണ് യോജിച്ച് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇന്ന് 6 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ സർക്കാരിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും സർക്കാരിന് മറ്റു തരത്തിൽ നേട്ടമുണ്ട് എന്നുണ്ട്. കാരണം രാജ്യത്തെ സ്ത്രീകളെ സർക്കാർ ഇത് അവതരിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് സംവരണം നൽകാൻ വേണ്ടി, സ്ത്രീകൾക്ക് അവസരം നൽകാൻ വേണ്ടിയുള്ള ഒരു ബില്ലായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് പ്രതിപക്ഷം കാണുന്നത് അങ്ങനെയല്ല, ഇത് രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയുള്ള ഒരു ബില്ലായിട്ടാണ്. തീർച്ചയായും. എന്തായാലും ഇന്നലെ ഈ ബിൽ അവതരിപ്പിക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് നടന്ന വോട്ടെടുപ്പ് തന്നെ വോട്ടെടുപ്പ് 185 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അത്രയും പേർ എതിർത്താൽ തന്നെ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാകില്ലെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണ്. ഇത് 2029 ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ചാണക്യ തന്ത്രമാണ് ഇത് എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇന്നലെ വളരെ തീപ്പൊരു പ്രസംഗമായിരുന്നു പ്രിയങ്ക ഗാന്ധി സഭയിൽ നടത്തിയത്. പ്രിയങ്ക ഗാന്ധിയുടെ സംസാരം അല്ലെങ്കിൽ ആ സഭയിൽ നടത്തിയ പ്രസംഗം ഇന്ന് രാഹുൽ ഗാന്ധി കോട്ട് ചെയ്യുക കൂടി ചെയ്തിരുന്നു. തനിക്ക് കഴിയാത്തത് പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു, അമിത്ഷായെ ചിരിപ്പിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം വളരെ ശക്തമായ നിലയിലുള്ള നിലപാട് പ്രഖ്യാപനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ആ രീതിയിൽ അതിനെ കാണുന്നവരുണ്ട്. എന്തായാലും ഇത് ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള തന്ത്രമാണ് BJP സർക്കാരിൻ്റേത് എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം 6 മണിക്ക് അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ സംസാരിക്കും. കൂടുതലായി പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ ഉണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് വേണ്ടതെങ്കിൽ അത് എൻ്റെ ഗ്യാരണ്ടി ഉണ്ട് എന്നത് ഇന്നലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള ശതമാനം, അവരുടെ പ്രാതിനിധ്യ ശതമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പാണ് പ്രധാനമന്ത്രി ഇന്നലെ വാക്കാൽ നൽകിയത്. അത് തൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതിനുമപ്പുറം എന്തെങ്കിലും ഉറപ്പ് അമിത്ഷായ്ക്ക് നൽകാനുണ്ടോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും 6 മണിക്ക് അമിത്ഷാ സഭയിൽ സംസാരിക്കും. ഇത് JPCക്ക് വിടാനുള്ള സാഹചര്യവും സാധ്യതകളും ഉൾപ്പെടെ പരിഗണിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന. അപ്പോൾ നമ്മൾ ഇനി യുദ്ധത്തിന്റെ വാർത്തകളിലേക്കാണ് പോകുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത നിലപാടുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപിന്റെ അവകാശവാദം നുണയാണെന്നും അത്തരത്തിൽ ഒരു ചർച്ചയും ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നതുമാണ് ഇറാൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ആണവ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിനെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് പറയുന്നത് നുണയാണ് എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നതുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇറാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കുന്നതിനെ ആശ്രയിച്ചാണ് തുടർ ചർച്ചകൾ ഉണ്ടാവുകയെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ അവകാശവാദം അത് വളരെ ആശ്വാസം നൽകുന്നതായിരുന്നു. ആണവായുധ മോഹം ഉപേക്ഷിക്കുക, ആണവ സാമഗ്രികൾ കൈമാറുക എന്നിവയ്ക്ക് പുറമെ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനുമുള്ള വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടും എന്നതുൾപ്പെടെ ട്രംപ് അവകാശപ്പെട്ടിരുന്നതാണ്. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അത് ഒപ്പിടും, അതിൽ താൻ ആ ചടങ്ങിൽ പങ്കെടുക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ട്രംപ് സൂചിപ്പിച്ചു. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഞങ്ങൾ തമ്മിൽ കരാറിലായിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ട്രംപ് നൽകിയത്. നിലവിലെ 2 ആഴ്ചത്തെ വെടിനിർത്തൽ നീട്ടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനുള്ളിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഒക്കെ ട്രംപ് പറഞ്ഞിരുന്നു. ഇറാൻ ഈ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിരുന്നു. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകിയത്. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാനുള്ള ധാരണയുണ്ടായിരിക്കുന്നു. യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്, വെടിനിർത്തൽ ഇനി നീട്ടേണ്ടി വരില്ല എന്നതൊക്കെയാണ് ട്രംപിന്റെ വാക്കുകളിൽ പറഞ്ഞിരുന്നത്. നമുക്കറിയാം നേരത്തെ ലെബനനിൽ ഇപ്പോൾ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും ആശ്വാസകരമായ സാഹചര്യമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ട്രംപിന്റെ ഈ വാക്കുകൾ കൂടി ആയിരുന്നു. അപ്പോൾ യുദ്ധം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ട്രംപിന്റെ വാക്കുകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. 2ാം ഘട്ട ഒത്തുതീർപ്പ് ചർച്ച നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ കാര്യങ്ങൾ
മുന്നോട്ട് പോകുന്നതും ഇറാൻ അവരുടെ ഇങ്ങനെയൊരു ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. ഹോർമുസിൽ അമേരിക്കൻ ഉപരോധം തുടരുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ എന്താണ് ഈ നടക്കാൻ പോകുന്ന ചർച്ചകളുടെ ഭാവി എന്നൊരു ചോദ്യം ഉയരുകയാണ്. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, യുദ്ധം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ നൽകിയ സൂചനയെങ്കിൽ ഇറാൻ ഇപ്പോൾ അത് തള്ളിക്കളയുകയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെ കൈമാറിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഇറാൻ പറയുകയാണ്. ഈ രണ്ടാം ഘട്ട ചർച്ചകളുടെ ഭാവി പോലും തുലാസിലാക്കുമോ ഇറാൻ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാട്? ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണോ ഇറാൻ ചെയ്തിരിക്കുന്നത്? സമീപകാല സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നഷ്ടമുണ്ടായിട്ടുള്ളത്, തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചന നേരിടേണ്ടി വന്നതൊക്കെ തന്നെ ഇറാനാണ്. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഏതാണ്ട് 1.5 മാസം മുൻപ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു അനുരഞ്ജന ചർച്ചകളൊക്കെ നടക്കുകയായിരുന്നു. അത് ഇസ്രായേലും അമേരിക്കയും ഇറാനും ഒക്കെ ചേർന്ന് തുർക്കിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടക്കുകയായിരുന്നു. പക്ഷേ പൊടുന്നനെയാണ് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായത്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, ഖമനേയി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് അമേരിക്കൻ ബോംബിങ്ങിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇറാന് കാര്യമായ നാശനഷ്ടം തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഈ എണ്ണ കയറ്റുമതിയിൽ വലിയ ഉപരോധം വരുന്നു. രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ സ്കൂളുകൾക്ക് അവധി നൽകാൻ ഇറാൻ നിർബന്ധിതമാവുകയാണ്. കാരണം ഏത് നിമിഷവും കനത്ത ആക്രമണത്തിലേക്ക് ഇറാൻ ചെന്ന് വീഴാം, അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരാം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറുവശമുണ്ട്. ഇറാൻ ഹൂതികൾക്കും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നു. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ഇറാൻ്റെ പരിപൂർണമായ പിന്തുണ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അവരുടെ രാജ്യങ്ങളിൽ അവർ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടിങ് നടത്തിയത് ഇറാനാണ് എന്ന ഒരു പ്രശ്നം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനപ്പുറത്തേക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത്, സമീപകാല സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇറാന് വലിയ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പ്രശ്നം അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ വലിയ ആശങ്കയൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തൽ ഉണ്ടായിട്ടും, പല കുറി വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടും, അത്തരം ചർച്ചകൾ നടന്നിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ലെബനനിലേക്കും അല്ലെങ്കിൽ ഇറാനിലേക്കും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നത് അവരുടെ ആശങ്ക കൊണ്ട് മാത്രമാണ്. ഇവിടെ ഇറാൻ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് റഷ്യ ഇതിനകം തന്നെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ യുദ്ധം തീരാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ പോലെ, ചൈന പോലെ, പാകിസ്ഥാൻ പോലെ ഒരു രാജ്യമാണ് റഷ്യ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ യുദ്ധം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ റഷ്യ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടില്ല. അവർക്ക് ഇത്രയും കഷ്ടനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഈ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യമുണ്ടാകും. അത് ഇറാൻ ജനത എങ്ങനെ സ്വീകരിക്കും, അവരുടെ നേതാക്കൾ എങ്ങനെ സ്വീകരിക്കും, ലോകത്തിന് മുന്നിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മറുവശത്തുണ്ട്. അല്ലെങ്കിൽ സധൈര്യമായി അമേരിക്കയുടെ ഡിമാൻഡുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുക, യുദ്ധം വന്നാൽ അത് നേരിടുക എന്ന ഒരു നിലപാടിലേക്ക് പോവുക. നമുക്കറിയാം, ഇപ്പോൾ ഹോർമുസിൽ വലിയ ഉപരോധമാണ് അമേരിക്കയുടെ സേന വരുത്തിയിട്ടുള്ളത്. ആ ഒരു സേന യുദ്ധത്തിലേക്ക് മാറാൻ വലിയ താമസമൊന്നുമില്ല. ആ ഉപരോധം വരുത്തിയിട്ടുള്ള കപ്പലുകൾ വളരെ പെട്ടെന്ന് തന്നെ, ഈ യുദ്ധക്കപ്പലുകൾ ഒരു യുദ്ധ രീതിയിലേക്ക് മാറുക, ഇറാനെ ആക്രമിക്കുക, അതിനൊന്നും വലിയ കാലതാമസമില്ല. വളരെ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം അടുത്ത ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇസ്ലാമാബാദിൽ ഒരു അനുരഞ്ജന ചർച്ച നടക്കേണ്ടതുണ്ട്. അതിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കും. അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുക്കും. അതിന് മുന്നോടിയായി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത്, ലെബനനിലേക്കുള്ള ആക്രമണം, ഇസ്രായേലിൻ്റെ ആക്രമണം, തിരിച്ച് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം, ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധാരണയായിട്ടുണ്ട്. 10 ദിവസത്തെ വെടിനിർത്തൽ എന്നത് ഈ ഇരു രാജ്യങ്ങളും പാലിക്കുന്നുണ്ട്. അത് വന്ന ശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ചില ആക്രമണങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം 4 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പക്ഷേ അതിനുശേഷം കാര്യമായ ആക്രമണം ലെബനനിലേക്ക് ഉണ്ടായിട്ടില്ല. തിരിച്ചും
അങ്ങനെ ഉണ്ടാകുന്നില്ല. അതൊരു ശുഭകരമായ കാര്യമാണ്. അങ്ങനെ അതിലൊരു ഒത്തുതീർപ്പുണ്ടാവുകയും ഈ ഓഫറുകൾ, അമേരിക്കയുടെ ഓഫറുകൾക്ക് വഴങ്ങി ഇറാൻ പിന്നോട്ട് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായി അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചില വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു അത്തരം എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്നത് പ്രതീക്ഷിക്കുന്ന അവസ്ഥ കൂടിയാണ്. വിനോദ്, ഇപ്പോൾ നമ്മൾ പല ഘട്ടങ്ങളിലും ഈ യുദ്ധം ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക്, യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അവിടെ വിലങ്ങുതടിയാകുന്നത് ഇസ്രായേലിൻ്റെ നിലപാടാണ് എന്നത് കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും മറനീക്കി പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിലും വിലങ്ങുതടിയായത് നെതന്യാഹുവിൻ്റെ നിലപാടാണ് എന്നതാണ് പുറമേക്ക് വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ? ലബനനുമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ലബനീസ് പ്രസിഡന്റ് നേരിട്ട് ഇസ്രായേലുമായി സംസാരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അല്പം ശുഭകരമായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാകുന്നു. അമേരിക്കൻ ബ്ലോക്കേഡിന് ശേഷം ആദ്യമായ ഒരു ഇറാൻ കപ്പൽ ഗൾഫ് മേഖലയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെയൊക്കെ വാർത്തകൾ വരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ ആഗോളതലത്തിൽ കാര്യങ്ങൾ മുഴുവൻ വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ? ജോസഫ് ഔൺ, അദ്ദേഹമാണ് ലബനൻ്റെ പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി. ഇവർ രണ്ടും താൻ പറയുന്നത് കേൾക്കുന്നു, അവർ വെടിനിർത്തലിലേക്ക് പോയി എന്ന കാര്യമാണ് ട്രംപ് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. താൻ സമാധാനം കൊണ്ടുവരുന്ന, യുദ്ധം അവസാനിപ്പിക്കുന്ന 10ാമത്തെ സംഭവമാണ് എന്ന കാര്യത്തിൽ ട്രംപ് വലിയ തോതിൽ കൊട്ടിഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് സ്വയം എടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും ലബനനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ശാന്തമായാൽ തന്നെ, അത് കുറേ അധികം ഒഴിവായാൽ തന്നെ, ഇല്ലാതായാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് കുറേ പരിഹാരമാകും. ഇറാൻ പ്രധാനമായും ഇങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു എന്നതൊക്കെയാണ് ഇസ്രായേലിൻ്റെ പരാതി. മാത്രമല്ല, ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തം ഇറാൻ തുടരുകയാണ്. അവർ ഊർജ്ജാവശ്യത്തിന് വേണ്ടിയാണ് തങ്ങൾ ഈ സമ്പുഷ്ടീകരണം നടത്തുന്നതെന്ന വാദമാണ് തുടരെ ഈ ചർച്ചകളിലും അവർ അങ്ങനെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ നമുക്ക് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, മറ്റ് രാജ്യങ്ങൾക്ക് ആണവശക്തി ആകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കായിക്കൂടാ എന്നൊരു ചോദ്യം ഇറാൻ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അവരുടെ സമീപനത്തിൽ അത് വ്യക്തമാണ്. കാരണം ഇപ്പോൾ ഈ വെടിനിർത്തൽ ഉണ്ടായ ശേഷം, അതായത് അമേരിക്ക സഖ്യസേന, ഇസ്രായേൽ സേന ഇറാനിലേക്ക് ഉള്ള ആക്രമണം അവസാനിപ്പിച്ച ശേഷം ഇപ്പോൾ ഉപരോധം മാത്രമാണ് തുടരുന്നത്. ആ ശേഷമുള്ള ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇറാനിൽ സെല്ലാറുകളിലാണ് അവർ അങ്ങനെ ഈ ഭൂഖണ്ഡാന്തര മിസൈലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടുത്തെ അറ്റകുറ്റപ്പണികൾ ഇറാൻ നടത്തുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തുവിട്ടിരുന്നു. അതായത് ഈ സമയം കൊണ്ട് അവർ ഉള്ള ആയുധങ്ങൾ വീണ്ടും യുദ്ധത്തിന് പാകപ്പെടുത്തുന്നു, സജ്ജമാകുന്നു. കാരണം ഇറാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇറാനുള്ള അനുഭവം അങ്ങനെയാണ്. നേരത്തെ ഈ അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നതും. ഖമനേയി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ ലാരിജാനി ഉൾപ്പെടെ ഏതാണ്ട് 12 നേതാക്കളാണ് ആ ഒരു തുടർച്ചയിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇറാൻ തീർന്നു പോകുമെന്ന് ഇസ്രായേലും അമേരിക്കയും കരുതുന്ന ഘട്ടത്തിലാണ് മുസ്തഫ ഖമനേയുടെ നേതൃത്വത്തിൽ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുന്നത്. അത് ഇസ്രായേലിന് എതിരെ മാത്രമല്ല, അമേരിക്കയുമായി സഖ്യം പുലർത്തിയിട്ടുള്ള അറബ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ആ ആക്രമണം മുന്നോട്ട് പോകുന്നു. പക്ഷേ നമുക്ക് 2 കാര്യങ്ങളിലാണ് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്നത്. ഒന്ന്, ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച. മറ്റൊന്ന്, ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ. അതൊരു സമാധാനത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ യുദ്ധം അവസാനിക്കും. എന്തായാലും ഇപ്പോൾ റഷ്യയും ഇന്ത്യയും ഒക്കെ ആ വെടിനിർത്തലിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനോടകം തന്നെ ഇന്ന് വിദേശകാര്യ മന്ത്രാലയം തന്ന ഒരു കണക്ക് 2361 ഇന്ത്യൻ നാഷണലിസ്റ്റിനെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാനിൽ നിന്ന് തിരികെ എത്തിച്ചിട്ടുണ്ട് എന്നൊരു കണക്കാണ്. അത് 2361 പേരെയാണ് നാട്ടിൽ തിരിച്ചെത്തിച്ചിരിക്കുന്നത് എന്നൊരു കണക്ക് വരുന്നു. എത്രയധികം ആളുകളെ ഇത് ബാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടുക്കളകളിൽ വരെ യുദ്ധം ബാധിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അപ്പോൾ എത്രയും വേഗം യുദ്ധം അവസാനിക്കട്ടെ, അതിനുള്ള ചർച്ചകൾ നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ യുദ്ധം മറ്റൊരു തരത്തിൽ ഹോർമുസ് അടച്ചു കിടക്കുന്നതൊക്കെ നേട്ടമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അങ്ങനെ ഓയിൽ കമ്പനികൾക്ക് ചില നേട്ടമുണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ ഹോർമുസ് കടലിൽ അടച്ചതോടെ ചരക്ക് നീക്കം പ്രതിസന്ധിയിലായ വമ്പൻ ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു എന്ന ഒരു പോസിറ്റീവായ കാര്യം കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. 10ലേറെ കമ്പനികളാണ് മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ നീക്കത്തിന് വിഴിഞ്ഞത്തെ അദാനി തുറമുഖത്ത് അനുവാദം തേടിയത്. 300ഓളം രാജ്യാന്തര കപ്പലുകളാണ് യുദ്ധം തുടങ്ങിയ ശേഷം മാത്രം വിഴിഞ്ഞത്ത് വന്നുപോയത്.
പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കെടുതിയിലാണ് ലോകം മുഴുവൻ. പക്ഷേ ആ യുദ്ധം കൊണ്ട് പാചകവാതകമില്ലാതെ നമ്മുടെ നാട്ടിലെ നാടൻ തട്ടുകടകൾ വരെ വലിയ ദുരിതത്തിലായിരിക്കുമ്പോഴും യുദ്ധം കൊണ്ട് കോളടിച്ച ഒരു മേഖലയുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. മറ്റെങ്ങുമല്ല, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ഈ തുറമുഖത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകൾക്ക് യാത്രാപഥം കൃത്യമായി സുഗമമല്ലാത്തതിനാൽ ചരക്ക് നീക്കത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് രാജ്യാന്തര കപ്പൽചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞത്തേക്ക് ഏത് വിധേനയും എത്തി ഇവിടെ ചരക്കിറക്കുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചുകൊണ്ട് 10ഓളം രാജ്യാന്തര കമ്പനികൾ ഇതിനോടകം വിഴിഞ്ഞം അദാനി പോർട്ട് കോർപ്പറേഷനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സ്വാഭാവികമായ തിരക്കുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം മാത്രം ഏതാണ്ട് 295 മുകളിൽ കപ്പലുകൾ ചരക്ക് നീക്കത്തിന് ഇവിടെ എത്തിയെന്നാണ് കമ്പനിയുടെ അവകാശവാദം. അതിൽ തന്നെ ഏതാണ്ട് 18 ലക്ഷത്തിന് മുകളിൽ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി കഴിഞ്ഞു. അതിനിടയിലാണ് ഈ 10 കമ്പനികളുടേതായി 100ഓളം കപ്പലുകൾ കൂടി ഇവിടേക്ക് ചരക്കിറക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബർത്ത് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം അത്രയും വലിയ തിരക്കുള്ള ചരക്ക് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തെ മറ്റ് മുംബൈ തുറമുഖത്തോ അല്ലെങ്കിൽ മറ്റ് ഒരു തുറമുഖത്തും ഇല്ലാത്ത സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. അതുകൊണ്ട് തന്നെ ഈ വൻ കപ്പലുകൾക്ക്, മദർഷിപ്പുകൾക്ക് സുഗമമായി തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനും ചരക്ക് ഇറക്കാനുമൊക്കെ കഴിയും. അവിടെ നിന്ന് മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് ചെറിയ കപ്പലുകൾ ഇവിടുന്ന് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന്റെ പ്രതിസന്ധി പരിഹരിക്കാനായി MSCക്ക് പുറമെ, MSC നേരത്തെ തന്നെ ഈ അദാനി പോർട്ടുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. ഹ്യുണ്ടായി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളുടെ മദർഷിപ്പുകൾ ഇവിടേക്ക് എത്തിക്കുന്നതിനാണ് അവർ അനുവാദം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പലുകൾക്ക്, ഇങ്ങനെ അനുവാദം ചോദിച്ചിരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും ഇവിടെ ചരക്കിറക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഇവിടുത്തെ ബർത്തിന്റെ പരിധി, ആ ശേഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും കപ്പലുകൾ നേരത്തെ തന്നെ ഇവിടെ സ്ലോട്ട് കാത്തു കിടക്കുകയാണ്. അതിനിടയിൽ പുതിയ കപ്പലുകൾക്ക് ഇവിടെ ചരക്കിറക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഈ തിരക്ക് ഇങ്ങനെ അഭൂതപൂർവമായി വർദ്ധിച്ചു വരുന്നത് അത് രാജ്യാന്തര തലത്തിൽ തന്നെ നേരത്തെ അതിന്റെ പ്രകൃതിദത്തമായ ആഴം കൊണ്ടൊക്കെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളോടൊക്കെ കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം മാറും ഭാവിയിൽ എന്ന് ഉറപ്പാക്കാവുന്ന തരത്തിലുള്ള ചരക്ക് നീക്കമാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഈ തുറമുഖ വകുപ്പ് അധികൃതരും അതോടൊപ്പം വിഴിഞ്ഞം പോർട്ടും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വലിയ തിരക്കിനെ അല്ലെങ്കിൽ വലിയ ഡിമാൻഡിനെ നോക്കിക്കാണുന്നത്. കാരണം ലോകത്ത് വീണ്ടും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊക്കെ വിഴിഞ്ഞം ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അതിന്റെ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴം, എത്ര വലിയ കപ്പലുകൾക്കും ഈ തീരത്ത് സുഗമമായി അടുത്ത് ചരക്കിറക്കി മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതിനോടൊപ്പം ഓരോ ദിവസവും ഏതാണ്ട് 200ഓളം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം തുറമുഖം അതിന്റെ സ്വാഭാവികമായ സവിശേഷതകൾ കൊണ്ട് തന്നെ ലോകത്തിന്റെ ശ്രദ്ധ നേരത്തെ പിടിച്ചുപറ്റിയതാണ്. അപ്പോഴാണ് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് മൂലമുണ്ടായ വലിയ തിരക്ക്, വലിയ ആവശ്യകത, അത് ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞത്തിന് വീണ്ടും ഡിമാൻഡ് കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിലും വലിയ ഒരു വികസന പാന്താവിലേക്കുള്ള വഴിത്തിരിവായി നിലവിലെ സാഹചര്യങ്ങൾ മാറുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും തിരിച്ചടവിന് പ്രേരിപ്പിച്ചു എന്നതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇതിനിടെ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. ആരോപണ വിധേയരായ അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പ് കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ
ചക്കരക്കല്ല് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിതിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ചക്കരക്കല്ല് പോലീസ് സ്വമേധയാണ് ഈ കേസെടുത്തിട്ടുള്ളത്. അതായത് നിതിൻ മരിക്കുന്നത് 10-ാം തീയതിയാണ്. 9-ാം തീയതി നിതിൻ്റെ ഫോണിൽ മാത്രം 98 കോളുകളും അതുപോലെ തന്നെ സന്ദേശങ്ങളുമാണ് ഈ കമ്പനി അധികൃതരിൽ നിന്നും വന്നത്. അങ്ങനെ വലിയ ഭീഷണി ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് 15,000 രൂപയാണ് നിതിൻ ഇതിൽ നിന്നും വായ്പയായി എടുത്തത്. 36% പലിശയായിരുന്നു ഈടാക്കിയിരുന്നത്. ഫെബ്രുവരി മാസം ആദ്യവാരമാണ് ഈ ഒരു പണം നിതിൻ ഈ ആപ്പിൽ നിന്നും എടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നിതിൻ്റെ അധ്യാപിക ലതാ ശശിധരനും നേരത്തെ ഇത് സംബന്ധിച്ച് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പരാതി സൈബർ പോലീസിൽ നൽകിയിരുന്നു. അതിൻ്റെ ഒരു സംഭവത്തിലും പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ലോൺ ആപ്പ് കമ്പനിക്ക് അധികൃതർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇതിൽ കൃത്യമായ കാര്യങ്ങൾ എന്താണ് നിതിൻ ഇത്തരത്തിൽ ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്നത് സംബന്ധിച്ച് പോലീസിന് ഇതിനോടകം തന്നെ വ്യക്തത വന്നിട്ടുണ്ട്. ഏതായാലും ഈ അധ്യാപകൻ റാമിൽ നിന്നും വലിയ തോതിലുള്ള മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം മൊബൈൽ ആപ്പ് കമ്പനി അധികൃതരിൽ നിന്നുള്ള നിരന്തര ഭീഷണി, ഇതെല്ലാം കൂടി ആണ് ഈ നിതിൻ ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണമെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം ഏറ്റവും അവസാനമായി ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് നടന്ന ആ ചർച്ച, അതിൻ്റെ CCTV ദൃശ്യങ്ങളും നിർണായക ദൃശ്യങ്ങളും പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം മൊത്തത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നാളെ ഒരു പക്ഷേ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിൻ്റെ വിശദമായ വാർത്താ സമ്മേളനം ഉണ്ടാവും. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുക. എന്തായാലും വളരെ ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. നാളെ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയാണ് കെ വി ബൈജു ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഇതുവരെയുള്ള കേസന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകളും അവർ വലിയ ദുരൂഹതയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ വ്യക്തത വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. നമ്മൾ ഇനി പോകുന്നത് സായന യാത്രയിലേക്ക്. വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര ഭൂപടങ്ങളിൽ ഇതുവരെ ഇടം പിടിച്ചിട്ടില്ലെങ്കിലും കാരാപ്പുഴയ്ക്ക് സമീപമുള്ള മനോഹരമായ ഒരു മൊട്ടക്കുന്ന് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. മനം മയക്കുന്ന പ്രകൃതി ഭംഗിയും ഇവിടുത്തെ ആകർഷകമായ അസ്തമയ കാഴ്ചകളുമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഔദ്യോഗികമായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഈ വ്യൂ പോയിന്റിലേക്ക് ഒഴുകിയെത്തുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ജയരാജ് ബത്തേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി വൈകുന്നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്ന് നേരം വൈകുന്നേരത്തിൽ നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. വയനാട് ജില്ലയിലെ അമ്പലവയലിൽ നിന്നും ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന കാരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കാരാപ്പുഴയിലല്ല. കാരാപ്പുഴ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സ്ഥലം ജനങ്ങൾ ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കിയെടുത്തിരിക്കുകയാണ്. ഈ കാരാപ്പുഴയോട് തൊട്ട് ഇപ്പുറത്തുള്ള ഒരു കുന്ന്, ഈ കുന്നിനെ മൊട്ടക്കുന്ന് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ അധികം ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ നിരവധി ആളുകൾ ഓരോ ദിവസവും ഈ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു മൊട്ടക്കുന്ന് കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. അതുമല്ല, വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് കുറച്ചു നേരമൊക്കെ സംസാരിക്കാൻ പറ്റിയ മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പൊ നമുക്ക് ആ വിഷ്വലിലേക്ക് തന്നെ നമ്മൾ പോകാം. മനോഹരമായ ഒരു അല്ലെങ്കിൽ ഈ കാരാപ്പുഴയുടെ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. പക്ഷെ ഇതിൽ കാരാപ്പുഴയുമായിട്ട് ബന്ധമില്ലെങ്കിലും അല്ലെങ്കിൽ ആ പുഴയാണെങ്കിലും ആ കാരാപ്പുഴ ടൂറിസ്റ്റ് കേന്ദ്രവുമായിട്ട് ബന്ധമില്ലെങ്കിലും ഈ ഒരു കുന്ന് വളരെ മനോഹരമായ പുൽമേടുകളൊക്കെ ഉള്ള ഒരു കുന്ന്, ഇവിടെ നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലം. കാരണം ആ പുഴയോട് ചേർന്ന് അല്ലെങ്കിൽ 3 ഭാഗങ്ങളിലായി ഒരു ദ്വീപിന്റെ സ്റ്റൈലിലുള്ള ഒരു വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നേരെ നമ്മൾ ഇങ്ങോട്ട് തിരിയാണെങ്കിൽ ഇവിടെ ഒരു മൊട്ടക്കുന്ന്, ഇതിന്റെ പേര് തന്നെ മൊട്ടക്കുന്ന് എന്നാണ്. അപ്പൊ ഈ കുന്നിൽ ഈ ഒരു ഭാഗത്തൊക്കെ നിരവധി ആളുകൾ അല്ലെങ്കിൽ കപ്പിൾസും അല്ലെങ്കിൽ ഫാമിലിയും ഒക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ പെരുന്നാളെ അടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ റംസാൻ നോമ്പ് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ആളുകളുടെ ഒരു വരവ് കുറവ്. എന്നാലും ഇതിന് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിരവധി വണ്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു ഈവനിങ് ആവുന്നതോടുകൂടി നിരവധി ആളുകൾ ഇവിടെ എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയതിന് ശേഷം ചെറിയ രീതിയിലൊക്കെ ചായക്കടകളൊക്കെ പല സ്ഥലങ്ങളിലും അതൊക്കെ നമ്മൾ അതിലേക്ക് കാണിക്കാം. എന്തായാലും വളരെ മനോഹരമായ പ്രകൃതി ഭംഗി, അത്രയധികം പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മൊട്ടക്കുന്ന് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ മൊട്ടക്കുന്നിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വളരെ പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമാണ്. പ്രകൃതി രമണീയം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്ഥലത്തെയാണ്. എന്തായാലും നമുക്കിവിടെ കാണാം ആമ്പലുകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. ഇത് വളരെ മനോഹരമാണ്. ഇപ്പോൾ കുറച്ച് വെയിലടിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഈവനിങ്ങിലാകുമ്പോൾ ഒരു വലിയ വൈബാണ് ഇവിടെ. കാരണം ഇതൊക്കെ കാണുന്നതിന് എൻ്റെ നിരവധി ആളുകൾ ഇവിടെ എത്തിപ്പെടാറുണ്ട്. ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് ആളുകൾ വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ ആളുകൾ വന്നില്ലെങ്കിലും നമുക്ക് ഈ വയനാട് സന്ദർശിക്കുമ്പോൾ ഈ മൊട്ടക്കുന്നിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ കുറച്ച് ഒരു മനസ്സിന് സമാധാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ഫ്രീക്കന്മാരിരിക്കുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം, എന്താണ് സ്ഥിതി? എന്താ പേരെന്താ? ആഷിഖ്. ഈ ഒരു മൊട്ടക്കുന്നിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് വന്നതാണോ കേട്ടുകൊണ്ട് വന്നതാണോ? എങ്ങനെയാണ്? നമ്മള് ഇങ്ങനെ കേട്ടറിഞ്ഞ് അങ്ങനെ വന്നതാണ്. എന്നാണ് ആദ്യമായിട്ടാണ് വരുന്നത്? എങ്ങനെയുണ്ട് ഇവിടുത്തെ? കൊള്ളാം, അടിപൊളിയാണ്. നല്ല സ്ഥലമല്ലേ? അടിപൊളി സ്ഥലം. കാരാപ്പുഴ സന്ദർശിച്ചിട്ടുണ്ടോ? കാരാപ്പുഴ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും കുറച്ചുകൂടി വൈബ് ഉണ്ട് ഇവിടെ. അതിനായിട്ട് കുറച്ചും കൂടി വൈബാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ തന്നെ എല്ലാം കൊണ്ടും. ഇന്നത്തെ ഒരു ദിവസം ആളുകൾ ഇങ്ങനെ എത്തി തുടങ്ങുന്നുള്ളൂ തോന്നുന്നല്ലേ? അത് കറക്റ്റ് അറിയില്ല. ഈവനിങ് ആണ് ഇവിടെ എപ്പോഴും ആൾക്കാർ ഉണ്ടാവില്ല. കുറച്ചും കൂടി കുറച്ചും കൂടി ഒന്ന് കഴിയണം. പക്ഷെ നമുക്കിപ്പോ ഈവനിങ് ആയി 5 മണി കഴിഞ്ഞല്ലോ. പക്ഷെ വെയിലൊക്കെ ഒന്ന് കാഠിന്യം കുറഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുള്ളൂ. ആഷിക്ക് എങ്ങനെയുണ്ട് നമ്മളെ ഒരു ഇത് വയനാടിനെ സംബന്ധിച്ചിടത്ത് നല്ലൊരു ഇതിപ്പോ ടൂറിസ്റ്റ് പ്ലേസ് അല്ല എങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരം വന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇത്. എന്താണ് ഇവിടെ കാണുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും? നമുക്കിപ്പോ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചേരം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ. ടെൻഷൻ ഉണ്ടോ ഈ പ്രായത്തില്? ടെൻഷൻ ഇല്ല. ടെൻഷനൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മൈൻഡ് ഒന്ന് സെറ്റ് ആക്കാൻ പറ്റിയൊരു വൈബ് സ്ഥലമാണ്. അതെ. എന്താണ് ഇപ്പൊ നമ്മളെ നാട്ടുകാരോട് ഇത് പറയാനുള്ളത്? തീർച്ചയായും ഇത് വന്ന് കാണണമെന്ന് തന്നെ പറയാനുള്ളത് അല്ലേ? അതെ, എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം ഈ സ്ഥലം. നമുക്കൊരു വയനാട്ടിലൊരു ഹിഡൻ പ്ലേസ് എന്ന് തന്നെ പറയാം. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഇപ്പൊ ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജോലിയുടെ പിരിമുറുക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കുക അല്ലെ? അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഒരു 5 മണിക്ക് ശേഷം. അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും അല്ലേ? കാരണം നമുക്ക് ഇരിക്കാൻ എല്ലാം കൊണ്ടും ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ. നമ്മുടെ ടെൻഷൻസ് ഒന്ന് എന്താ പറയാ, ഫ്രസ്ട്രേഷൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലീസായി റിഫ്രഷ് ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യുന്നത്? പുള്ളി ഗൾഫിലാണ്, ഞാൻ ഗൾഫിൽ. രണ്ടാളും ഗൾഫിലാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് വരുമ്പോ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. അതെ, ഒന്നും നമ്മളെ ആ ഒരു ക്ലൈമറ്റിന് വിട്ട് ഇവിടെ എത്തുമ്പോ മനസ്സിൽ പാട്ട് പാടുന്നു തോന്നല്ലോ എനിക്ക്. ഇല്ല പാടില്ല. രണ്ടുപേര് ഇവിടെ പാടോ? ഇല്ല. ഓക്കെ, എന്തായാലും നമ്മൾ വരെ നിർബന്ധിച്ച് പാടിക്കുന്നില്ല. ഇനിയും ആളുകൾ വരുന്നുണ്ട്, നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. എന്തായാലും ഈ ഒരു സ്ഥലം നമ്മൾ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ എത്തുന്നവർ സന്ദർശിക്കാൻ വേണ്ടിയാണ്. കാരാപ്പുഴയോട് അടുത്തുള്ള മൊട്ടക്കുന്ന് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആളുകൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാലും പറഞ്ഞു തരും. എന്തായാലും ആഷിക്കെ താങ്ക് യു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമുക്ക് ഒരു ഫാമിലി ഇങ്ങനെ അവിടെ നടന്നു വരുന്നുണ്ട്, നമുക്ക് അവരോട് ഇതെന്താണെന്നൊന്ന് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് ബാബു. ബീന. ഞങ്ങള് വരുന്നത് നീലഗിരി, തമിഴ്നാട് നിന്ന് വരുന്നതാണ്. ഈ സ്ഥലം അങ്ങനെ കേട്ടറിഞ്ഞു വന്നതാണോ? അതെ, നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടറിഞ്ഞു വന്നതാണ്. കുറെ കാലം ഇവിടെ വരണം ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട്. എന്താ ചെയ്യുന്ന ചേട്ടാ? ഞാൻ എക്സ് മിലിറ്ററി ആണ്. ചേച്ചി ഹൗസ് വൈഫ്. മക്കളൊന്നും കൂട്ടിയില്ല? മക്കളൊക്കെ ദൂരത്താണ്. രണ്ടുപേരും കൂടി ഇപ്പൊ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്ഥലം ഇപ്പൊ നമ്മളതിന്റെ തൊട്ടപ്പുറത്ത് കാരാപ്പുഴയാണ്. ഒരുപക്ഷെ അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ആളുകൾ കൂടുതൽ എവിടെയാണ് വരുന്നത്? ഫ്യൂച്ചറിൽ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ടൂറിസ്റ്റ് കേന്ദ്രമാകട്ടെ. എല്ലാ ആശംസകളും. എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ ഒരു വൈബ് ഈ ഒരു സമയത്ത്? സൂപ്പറായിട്ടുണ്ട്. കവിത എഴുതൂലേ? ഇല്ല, ചെറുതായിട്ട് നമുക്കൊന്ന് എഴുതിയാലത് കണ്ടിട്ട് എഴുതാനൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? എന്നാ ഒരു 2 വരി എന്താണ് മനസ്സിൽ വരുന്നത് പറയാം. ഇല്ല, ചേട്ടൻ പറയും. എനിക്കൊന്നും പറയില്ല. എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഇവിടുത്തെ ഈ സൺസെറ്റ് കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിട്ട് എല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വന്ന് അത്ര ദൂരത്ത് വന്നാണ്, കണ്ടിട്ട് പോകുള്ളൂ. ഞാൻ ഇനി ആളുകളെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിക്കും. നിറയെ പേര് വരും. ഇനി നല്ല ഇവിടെ വരും. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോ മനസ്സിനൊരു സുഖമുണ്ട് അല്ലേ? മനസ്സുഖമുണ്ട്. വയനാട്ടുകാർക്ക് ഓൾറെഡി കടലില്ല. അതുമല്ല, നമുക്ക് ഇവിടെ വന്ന ഒരു പ്രത്യേകം ഒരു ഇതൊന്നുമില്ല, ഒരു പേടിയൊന്നുമില്ല. ഇവിടെ നല്ല സേഫ്റ്റിയാണ്, ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. 6 മണി 6:30 സമയത്താണ് ഇവിടെ ആളുകൾ കൂടുതലും എത്താറുള്ളത്. എന്തായാലും ഒരു ഫാമിലി ഇവിടെ ഉണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, എന്താ മോളെ പേര്? നന്ദിത. അനഘ, സയന, ദീപ, രാംദാസ്. ഒരു ഫാമിലിയാണ് അല്ലേ? അച്ഛനും 3 മക്കളും. എന്ത് ചെയ്യുന്നു മോളെ? ഞാൻ PGക്ക് പഠിക്കും. PG ആണ്. അപ്പൊ മോളെ എന്നുള്ള ഞാൻ പിൻവലിച്ചു. PG +2 ഉണ്ടോ? +2 PG തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല. ചേച്ചിന്റെ പേരെന്താ? ദീപ. രാംദാസ്. ഇപ്പൊ നമ്മളെ മൊട്ടക്കുന്ന് എന്ന് പറയുന്ന ഈ മനോഹരമായ ഈ ഒരു പ്രദേശം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അതെ, മനോഹരമായ സ്ഥലമാണ്. എന്താ തോന്നുന്നത്?
എന്താ നല്ലൊരു വൈബാണ് എന്താ പറയുക? സൂപ്പർ, അങ്ങനെയല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം നമ്മളെ സംബന്ധിച്ച് മാനസികമായി. ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല, ആദ്യം അറിഞ്ഞിട്ടില്ല. ഇത് ടൂറിസ്റ്റ് കേന്ദ്രം ആയിട്ടില്ല. ഇല്ല നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് വരുന്നത്. വൈബ് എന്താന്നുള്ളത് നിരവധി ആളാണ് ഇവിടെ വന്നത്. അതെ. കാരാപ്പുഴ പോയിട്ടില്ലേ? ഓ വീണ്ടും ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല. ഇല്ല. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഭയങ്കര ഇതാണെന്ന് ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിലാരോ പാട്ട് പാടും എന്ന് എന്റെ മനസ്സിങ്ങനെ പറയുന്നു. പാടൂലേ? ആരാ പാടുന്നത്? പാടും. മോള ഒരു പാട്ട്. എന്തേ എന്നും വന്നീല, നിന്നോടൊന്നും ചൊല്ലീല, അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. അടിപൊളി. അപ്പൊ വളരെ മനോഹരമായി. ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പൊ സ്വപ്നം കാണാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇത് നമ്മൾ തമാശകൾക്ക് പറഞ്ഞതാണെങ്കിലും വളരെ ഒരു വൈബുള്ള ഒരു സ്ഥലമാണ്. ഇവരൊക്കെ അസ്തമയം കാണുന്നതിന് വേണ്ടി ആണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളും ഈ അസ്തമയം കാണിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി അവസാനിപ്പിക്കുക. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മൊട്ടക്കുന്ന് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വയനാട്ടുകാരല്ല, കേരളത്തിലെ അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും ഈ ഒരു മൊട്ടക്കുന്ന് സന്ദർശിക്കുക. വളരെ മനോഹരമായ ഒരു പ്ലേസ് ആണിത്. അപ്പൊ ഈ മൊട്ടക്കുന്നിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വരുന്നത് ഈ ഒരു അസ്തമയം കാണുന്നതിന് വേണ്ടിയാണ്. കാരണം അസ്തമയ സൂര്യൻ എങ്ങനെ അസ്തമിച്ച് താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ മൊട്ടക്കുന്നിന്റെ സൗന്ദര്യം അത്രയേറെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നേരം വൈകുന്നേരത്തിൽ ഈ മൊട്ടക്കുന്നിനെ കുറിച്ച് അല്ലെങ്കിൽ മൊട്ടക്കുന്നിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിയിച്ചത്. എന്തായാലും ഈ ഒരു മൊട്ടക്കുന്ന് കാണുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നോ കേരളത്തിന് പുറത്തു നിന്നൊക്കെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇനിയും ആളുകൾക്ക് വരാനുള്ള ഒരു കാര്യത്തിന് കൂടി വേണ്ടിയാണ് നമ്മളിത് കാണിച്ചത്. എന്തായാലും ഈ പരിപാടി നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വയനാട്ടിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18.